ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യരും ഓരോരോ പരക്കം പാച്ചിലുകളിലാണ് അല്ലെ. ഓടാനും ഓടി തോൽപ്പിക്കാനും ഓടി ആദ്യമെത്താനും ഒക്കെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഓടി തോൽപ്പിച്ച ഒരു 39കാരനുണ്ട്. ലോകമെമ്പാടുമുള്ളവർ തർക്കമില്ലാതെ അംഗീകരിക്കുന്ന ഒരു ഓട്ടക്കാരൻ. അതും വെറും ഓട്ടമല്ല, തന്റെ പോരായ്മകളും ശാരീരിക ബുദ്ധിമുട്ടുകളും കഠിന പ്രയത്നത്തിലൂടെ അതിജീവിച്ച ഓട്ടം. നിരന്തരമായുള്ള പരിശ്രമത്തിലൂടെ തന്റെ വെല്ലുവിളികളെല്ലാം മറികടന്ന ഓട്ടം. ഇന്നും തോൽപ്പിക്കാൻ പറ്റാത്ത റെക്കോർഡുകൾ സ്വന്തമാക്കി കൊടുത്ത ഓട്ടം. സംശയിക്കണം, ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തെ ഓടി തോൽപ്പിച്ച, ലോകം കണ്ട വലിയ ഓട്ടക്കാരനായ ഉസൈൻ ബോൾട്ടിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, കഷ്ടപ്പാടുകളിലൂടെയും കഠിന പരിശ്രമങ്ങളിലൂടെയും നേടിയെടുത്ത അംഗീകാരങ്ങളിൽ ഏതൊരു സാധാരണ മനുഷ്യനും സ്വയം അഭിമാനിക്കാറുണ്ട്. അത് നല്ലത് തന്നെ. എന്നാൽ ഉസൈൻ ബോൾട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിശ്രമങ്ങൾക്കും കഠിന പ്രയത്നങ്ങൾക്കും നടുവിൽ അദ്ദേഹം തന്റെ ദൈവത്തെയും മുറുകെ പിടിച്ചു. ദൈവത്തിൽ പ്രത്യാശ വെച്ച് തന്റെ ഓരോ മത്സരങ്ങളെയും അദ്ദേഹം നേരിട്ടു. കഴിഞ്ഞ ദിവസം വാട്ട് ഐ ഹാവ് ലേൺഡ് എന്ന ഫീച്ചറിന് വേണ്ടി ദി ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിൽ ഉസൈൻ ബോൾട്ട് ഇപ്രകാരം പറഞ്ഞു: ബൈബിളുമായാണ് ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നത്. ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് എന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ബൈബിൾ എപ്പോഴും ഞാൻ വായിക്കുന്നു. നമുക്കറിയാം, തന്റെ ദൈവവിശ്വാസം മത്സരവേദിയിലും പുറത്തും ഒരുപോലെ മുറുകെ പിടിക്കുന്ന ഒരു താരമാണ് ഉസൈൻ ബോൾട്ട്. തന്റെ മത്സരങ്ങളിൽ എപ്പോഴും കുരിശടയാളം വരയ്ക്കാറുള്ള അദ്ദേഹം മത്സരങ്ങൾക്ക് തൊട്ട് മുൻപ് വളരെ ശാന്തനായി തന്റെ മുൻപിൽ താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ കോമ്പറ്റീഷനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, ടെൻഷൻ അടിക്കാതെ ഒരു ദീർഘശ്വാസം എടുത്ത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് കാണാം. എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞൊരു വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ എന്നതിന് ഈ ഒരു കാഴ്ച തന്നെ ധാരാളമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ദൈവമാതാവിന്റെ അത്ഭുത മെഡൽ എപ്പോഴും ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരത്തിന് ഇറങ്ങാറുള്ളത്. ജമൈക്കയിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ വളർന്ന അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ഫാസ്റ്റസ്റ്റ് മാൻ ഇൻ ദി വേൾഡ്, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ ഉസൈൻ ബോൾട്ടിന്റെ മുഴുവൻ പേര് ഉസൈൻ സെയിന്റ് ലിയോ ബോൾട്ട് എന്നാണ്. തോൽപ്പിക്കുമെന്ന് വിധി എഴുതിയ പരിമിതികളെ തന്റെ കഠിനാധ്വാനത്തിലൂടെ തിരുത്തിക്കുറിച്ച ഒരു കായിക താരം. വിജയപരാജയങ്ങളുടെ നടുവിൽ എന്നും ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരോട്ടക്കാരൻ. മനുഷ്യന്റെ അധ്വാനത്തിൽ വിജയം നൽകുന്നത് ദൈവമാണെന്ന സത്യം തിരിച്ചറിഞ്ഞ മനുഷ്യൻ. നെഹമ്യ 2-ാം അധ്യായം 20-ാം വാക്യം: സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തുതി.